ADGP MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം. ആരോപണ വിധേയനായ MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകുന്നത് ചട്ടവിരുദ്ധമാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതേസമയം മാനദണ്ഡം പാലിച്ചാണ് MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ തീരുമാനിച്ചതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഋഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഋഷിപാൽ, ഈ MR അജിത് കുമാറിനെ DGP ആക്കി മാറ്റാനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചത് പ്രതിപക്ഷം ഒരു രാഷ്ട്രീയായുധമാക്കി മാറ്റുമോ? എന്തു പറഞ്ഞായിരിക്കും അതിനെ എതിർക്കാൻ സാധ്യതയുള്ളത്? കാരണം സർക്കാർ ഇന്നലെ വിശദീകരിച്ചത് ചട്ടപ്രകാരം അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥന് പ്രൊമോഷൻ നൽകാതിരിക്കാൻ വ്യവസ്ഥയില്ല, റിപ്പോർട്ട് വരാത്ത പക്ഷമെന്നാണ്. അപ്പോൾ റിപ്പോർട്ട് വരാൻ വൈകിപ്പിച്ചു എന്ന ആംഗിളിലായിരിക്കുമോ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കാൻ സാധ്യതയുള്ളത്? ഗുഡ് മോർണിംഗ് റോഷി. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് ഇതുതന്നെയാകും. കാരണം അന്വേഷണം വൈകിപ്പിക്കുന്നത് തന്നെ ADGP MR അജിത് കുമാറിനെ സഹായിക്കാനാണ് എന്ന ആരോപണം ഉന്നയിക്കും. കാരണം നമുക്കറിയാം, തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടും RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതടക്കം അത് മുഖ്യമന്ത്രിയിലേക്ക് ആരോപണം എത്തിക്കാനാണ് തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം ശ്രമിച്ചത്. സമാനമായി തന്നെ മുഖ്യമന്ത്രിയെ സഹായിക്കാൻ വേണ്ടി RSS നേതാവിനെ കണ്ട ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇപ്പോൾ സംരക്ഷിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഈ ചട്ടവിരുദ്ധമായി ADGP MR അജിത് കുമാറിന് DGP തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം. അത് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ അത് പൂർണ്ണമായും അംഗീകരിക്കുന്നു. അത് തടയാതെ അത് അംഗീകരിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം അതിൻ്റെ ഉദാഹരണമായി തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് മാനദണ്ഡപ്രകാരമാണ്. കാരണം സ്ക്രീനിംഗ് കമ്മിറ്റി ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ DGPയും ഒപ്പം വിജിലൻസ് ഡയറക്ടറും അതിന് അങ്ങനെ ആഭ്യന്തര സെക്രട്ടറി അടക്കം ഉൾപ്പെടുന്ന ആ സ്ക്രീനിംഗ് കമ്മിറ്റി വളരെ വിശദമായി നിയമപരിശോധന നടത്തിയാണ് MR അജിത് കുമാറിൻ്റെ പേര് കൂടി സ്ഥാനക്കയറ്റം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അത് സ്വാഭാവികമായി നടപടിക്രമത്തിൻ്റെ ഭാഗമായി മന്ത്രിസഭ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഒരു തരത്തിലും ഇന്നലെ നിയമമന്ത്രി തന്നെ പ്രതികരിച്ചതാണ്, ഒരു തരത്തിലും അതിൽ മമതയില്ല. ഇത്തരം തീരുമാനങ്ങളിൽ ഒരു മമതയും ആരോടും കാണിക്കാറില്ല സർക്കാർ എന്ന നിലപാടാണ്, അങ്ങനെയുള്ള ഒരു വിശദീകരണമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാന ആയുധമാക്കി അവർ മാറ്റും. ഇന്നലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. RSSനോടുള്ള ഒരു ബാധ്യതയാണ് ഈ MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥാനക്കയറ്റത്തിന് മന്ത്രിസഭ അനുമതി നൽകിയത് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ആദ്യഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, എന്തായാലും ADGP MR അജിത് കുമാറിനെ DGP ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചെങ്കിലും അടുത്ത കാലത്തൊന്നും പുള്ളി DGP ആവില്ല. നിലവിലുള്ള വേക്കൻസികൾ ഒഴിവ് ചെയ്തു വരുന്ന മുറയ്ക്ക് മാത്രമേ സാധിക്കൂ. അതിലാദ്യം വരുന്നത് നിതിൻ അഗർവാൾ ആയിരിക്കും DGP ആവുക. സതീഷ് കുമാർ പാണ്ഡെ വിരമിക്കുന്ന ഒഴിവിൽ. അതിനുശേഷമായിരിക്കും പിന്നീട് മനോജ് എബ്രഹാം വരിക. മനോജ് എബ്രഹാമിന് ശേഷം സുരേഷ് രാജ് പുരോഹിതായിരിക്കും. അതിനുശേഷമാണ് ADGP MR അജിത് കുമാർ DGP ആയിട്ട് 2026 ജൂണിലായിരിക്കും മിക്കവാറും DGP ആവാൻ സാധ്യതയുള്ളത്. അതിനിടയിൽ വിജിലൻസിൻ്റെയും ഇപ്പോഴുള്ള ത്രിതല അന്വേഷണത്തിൻ്റെയും ഒക്കെ റിപ്പോർട്ട് പുറത്തു വരികയും ആ റിപ്പോർട്ടിൽ MR അജിത് കുമാറിനെതിരെ എന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടാവുകയും ചെയ്താൽ സ്വാഭാവികമായും DGP സ്വപ്നം ഇല്ലാതെയാവുകയും ചെയ്യും.